بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا ونبينا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان علينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وأدبا ربي تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين. തുഹ്ഫത്തുൽ മുഹ്താജ് ദർസിൻ്റെ ആരംഭം. കിതാബ് വായിച്ച് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ചെറിയൊരു വിശദീകരണം. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചെറിയ വിശദീകരണം കിതാബിൽ തന്നെ വരുന്നതുകൊണ്ട് അതുകൊണ്ട് മതിയാക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ബിൻ അലി ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വറളാഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ഹജർ എന്ന് പറയുന്നത് അപ്പോൾ ജദ്ദിന്റെ ജദ്ദാണ്. മഹാന് ഹജർ എന്ന് പറയാൻ കാരണം അത് പേരല്ല, ലഖബായിട്ടാണ്. കാരണം തീരെ സംസാരിക്കാത്ത, അനിവാര്യമായ കാര്യത്തിന് മാത്രമേ സംസാരിക്കുന്ന, മൗനം അവലംബിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് മഹാന് ഹജർ എന്ന പേരിൽ പ്രസിദ്ധരായത്. അപ്പോൾ ഇബ്നു ഹജർ നമ്മൾ പറയുമ്പോൾ ഹജർ എന്ന് പറഞ്ഞ വാപ്പയല്ല, ജദ്ദിന്റെ ജദ്ദാണ്. അൽ ഹൈതമി എന്ന് പറയുന്നത് മിസ്റിലെ അബുൽ ഹൈത്തം എന്ന് പറയുന്ന ഒരു ഖറിയുണ്ട്, ഒരു പ്രദേശം. അവിടത്തേക്ക് നിസ്ബിയായിട്ടാണ് അങ്ങനെ പറയുക. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ചെറിയ വിശദീകരണം പറയുമ്പോൾ പ്രധാനമായിട്ട് അവിടെ മനസ്സിലാക്കേണ്ട ഒന്ന്, അഹ്മദ് ബിൻ ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹിൽ മാത്രമല്ല, ഹദീസിൽ എന്ന പോലെ ഉലൂമു ശറഈയ്യത്തിലും അതിൻ്റെ ആലാത്തുകളിലും മങ്കൂലാത്തിലും മഅഖൂലാത്തിലും എല്ലാത്തിലും വലിയ കഴിവുള്ള ആളായിരുന്നു എന്ന് അത് പ്രത്യേകം ഞാൻ സൂചിപ്പിക്കാൻ കാരണം, മഹാനവറുകൾ ഹദീസിൽ വലിയ പ്രാവീണ്യമൊന്നുമല്ല, മുഹദ്ദിസ് അല്ല എന്നൊരു സംസാരം കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെയല്ല. പിന്നെ അന്നൂർ സാഫിർ അല അഖ്ബാറിൽ ഖർണിൽ ആഷിർ എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദിർ അൽ ഐദ്റൂസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന തന്നെ കാന ഹാഫിളൻ ഷെയ്ഖൽ ഇസ്ലാം എന്നിങ്ങനെയാണ്. അപ്പോൾ ഹാഫിളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഹദീസിൽ പാണ്ഡിത്യം, ഹാഫിള്, ഹുജ്ജത്ത്, ഇങ്ങനെ പല ദർജകളാണുള്ളത്, അറിയാലോ. അപ്പോൾ ആ ഹാഫിള് എന്ന് പറഞ്ഞ ദർജ എത്തിച്ച ആൾ തന്നെയാണ് ഏതുപോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഹാഫിള് എന്ന് പറഞ്ഞ ദർജ എത്തിച്ച, പദവി എത്തിച്ച മഹാനാണല്ലോ. എന്ന പോലെ തന്നെ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഹാഫിളായിരുന്നു. 1,00,000 ഹദീസ് മനപ്പാടം ഉണ്ടാവുമ്പോഴാണ് ഹാഫിള് എന്ന് പറയുക. അത് പിന്നെ കാലം പിന്നോട്ട് വരുമ്പോൾ ആ എണ്ണത്തിൽ കുറച്ച് കുറവ് വരും എന്നൊക്കെ അയിമത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്ര പരിഗണിക്കുന്നില്ല. ഏതായാലും വലിയ സ്ഥാനം ഉണ്ടായിരുന്ന ആളായിരുന്നു, ഹദീസിൽ വലിയ കഴിവുണ്ട്. എന്നാലേ ഹദീസിൽ മഹാനെ സ്വീകരിക്കുമോ? ഹദീസിന്റെ ഫന്നിൽ മഹാന്റെ ആ ഫന്നിൽ ഇപ്പം ഇതിൽ സ്വീകരിക്കും പോലെ, അതിൽ ഫിഖ്ഹിൽ സ്വീകരിക്കും പോലെ സ്വീകരിക്കുമല്ലേ? ഇമാം ഖഫാജി റൈഹാനത്തുൽ ഉൽബ വ സഹറത്തുൽ ഹയാത്തി ദുന്യ എന്ന് പറഞ്ഞ കിതാബിൽ
ഈ ഇബ്നു ഹജർ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ തർജമ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇൻ ഹദ്ദസ അനിൽ ഫിഖ്ഹി വൽ ഹദീസി ലം തതഖറത്തിൽ ആദാനു ബിമിസ്ലി അഖ്ബാരിഹി ഫിൽ ഖദീമി വൽ ഹദീസി. ഫിഖ്ഹിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹദീസിനെ കുറിച്ചോ രണ്ട് ഫന്നിലും സംസാരിച്ചാൽ അതുപോലത്തെ സംസാരം ചെവിക്ക് പിന്നെ കേൾക്കാൻ കഴിയില്ല. ആ രീതിയിലുള്ള സംസാരമാണ് പണ്ടും ഇപ്പോഴും പറയുക. അത്രയും അവഗാഹമുള്ള ആളാണ്, അത്രയും തഹ്ഖീഖ് പറയുന്ന ആളാണെന്നാ. അത് ഫിഖ്ഹിലും ഹദീസിലും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു. അനിൽ ഫിഖ്ഹി വൽ ഹദീസി എന്ന് മാത്രമല്ല, ഇബ്നു ഹജർ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ചില മഹാന്മാർ എഴുതിയത് ബറക്കത്തു ബലദില്ലാഹിൽ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മക്ക, ഇബ്നു ഹജർ അൽ ഹൈത്തമി അൽ മക്കി ആണല്ലോ. അപ്പൊ മക്കത്തുൽ മുക്കറമയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ബറക്കത്താണ് എന്ന് പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് ഈ നൂറു സാഫിറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഖാദിർ അൽ ഐദറൂസ്, കാനൽ ഹൈത്തമി യുഷ്ബിഹുൽ ഹാഫിള ഇബ്നു ഹജർ ഫി ഫന്നിഹി അല്ലദി ഇഷ്തഹറ ബിഹി. ഹാഫിദ് ഇബ്നു ഹജർ എന്ന് മുത്തലഖ് പറയുമ്പോൾ ഇമാം അസ്കലാനിയാണല്ലോ. അപ്പൊ ആ ഇമാം അസ്കലാനിയോട് സാദൃശ്യം ഉണ്ടായിരുന്ന ആളാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി. പ്രസിദ്ധമായ ഫന്നില് ഏതാണ് ആ ഫന്ന്? വഹുവൽ ഹദീസു, ഹദീസാണ്. അപ്പൊ ഹദീസില് ഇമാം അസ്കലാനിയെ പോലെ തന്നെയാണ് ഇമാം ഹൈത്തമിയും. മഅമാ മനഹഹുല്ലാഹു ലഹു, പിന്നെ പറയുന്നത് ഈ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അല്ലാഹു തആല ഔദാര്യമായി നൽകിയിട്ടുണ്ട്. ലഹു മിനസ് സിയാദത്തി അലൈഹി, അസ്കലാനി ഇമാമിനേക്കാൾ കൂടുതലായി നൽകിയിട്ടുണ്ട്. എന്ത് നൽകിയിട്ടുണ്ട്? നൽകിയ ഒന്ന് എവിടെ? ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ നൽകിയ ഒന്ന്. അപ്പോ അസ്കലാനി ഇമാമ് ഫുഖഹായില് അല്ലെങ്കിൽ ഫിഖ്ഹില് മുഅ്തമദായ ആളല്ല, ഫിഖ് അറിയില്ല എന്നല്ല. അങ്ങനെ അതുപോലെ പിന്നെ ഹൈത്തമി ഇമാമിനെ പോലെ ഷാഫി ഫിഖ്ഹിലുള്ള പ്രാധാന്യമുള്ള ആളല്ലല്ലോ. പിന്നെ അപ്പോ അത് ഇമാം ഹൈത്തമിയുടെ പ്രത്യേകതയാണ്. കൈഫ വഹുവ സമീയുഹു ഫഅശ്ബഹ ഇസ്മൻ വ വസ്ഫൻ വസാദത്തുഹു നിസ്ബത്തുഹു ഇലാ ജിവാരിൽ ഹറമി ഷരീഫ് ഷറഫ. അങ്ങനെയാകണമല്ലോ, കാരണം പേരും വസ്ഫും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. അതിനു പുറമെ ഈ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഹറമു ഷരീഫിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്ബ ചെയ്യപ്പെടുന്ന ആളാണ് മഹത്വം കൊണ്ട്. അപ്പൊ അതിന്റെ ബർക്കത്ത് കിട്ടണമല്ലോ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നൂറുസാഫിറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത്രയും പിന്നെ കഴിവുള്ള ആളാണ്, പിന്നെ സ്വീകാര്യനുമാണ് ഹദീസിലും. പിന്നെ മറ്റ് ഫന്നുകളിലെ കുറിച്ച് നഫായിസുദ്ദുറർ എന്ന് പറഞ്ഞ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച്, ഹൈത്തമിയെ കുറിച്ച് എഴുതിയ പിന്നെ തർജമ ഉണ്ട്, നഫായിസുദ്ദുറർ. അതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഖിസാനത്തു അസ്റാരിൽ ആയിൽ ഖുർആനിയ്യത്തി, ഖുർആനായത്തുകളുടെ രഹസ്യങ്ങളുടെ ഖജനാവാണ്. അപ്പൊ തഫ്സീർ മുഫസ്സിറാണ് എന്നർത്ഥം. ബാഹിറൻ ലാ യുജാറ ബി ഹിഫ്ളി ഉലൂമിഹ ശർഇയ്യത്തി വ തഹരീരി ഉസൂലിഹ സമഇയ്യത്തി വൽ അഖ്ലിയ്യത്തി. ഖുർആൻ ആയത്തുകളുടെ അസ്റാറുകൾ, അതിന്റെ ഇൽമുകൾ, അതിന്റെ ശർഇയ്യായ ഇൽമ് എന്ന പോലെ സമഇയ്യും അഖ്ലിയുമായ അസ്ലുകൾ, ഇതൊക്കെ തഹരീർ ചെയ്യുന്നതില് ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേറൊരാളില്ല, തുല്യനില്ലാത്ത ആളാണ്, നിസ്തുലനാണ്. ഹബറൻ ലാ യുജാറ ബി തഹ്ഖീഖി ഉലൂമിഹൽ ആലിയ്യത്തി എന്ന പോലെ അതിന്റെ ആലിയായ ആലാത്തുകളുടെ ഇൽമുകൾ തഹ്ഖീഖാകുന്നതിലും, അഖദം മിൻ കുല്ലി ഫന്നിൻ ബി സിമാമിഹി എന്ന പോലെ ആ ഫന്നുകളിലൊക്കെ അതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ആളാണ്. മുനബ്ബിഹൻ ലി അഹ്ലിഹി, ആ ഓരോ ഫന്നിന്റെ ആൾക്കാരെയും ഉണർത്തുന്ന ആളുമാണ്. അല ദഖായിഖ ഫീഹി, ആ ഓരോ ഫന്നിലുള്ള ദഖീഖായ നിഗൂഢമായ പല മസലകൾ ഉണർത്തി കൊടുക്കാൻ കഴിവുള്ള ആളാണ്. ഉൽബിസത്ത് അലൈഹിം ബി മുഖ്തറഇഹി വ ഇമാമിഹി, അപ്പോ അവർക്ക് അതെന്താണ് ശുബഹത്ത് വന്നിട്ടുണ്ട്, അതൊക്കെ പറയാൻ കഴിവുള്ള ആളാണ്. ഇങ്ങനെ എല്ലാ ഇൽമിലും കഴിവുള്ള ആളാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. വെറും ഒരു പിന്നെ ഫിഖ്ഹില് മാത്രം കഴിവുള്ള ആളല്ല. പിന്നെ ഇനി തുഹ്ഫ നമ്മൾ ഓതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഒരു പരസ്യത്തിൽ പിന്നെ അത്
ഒരു മിതമായ വിശദീകരണത്തോടുകൂടെ ആവശ്യമായ ഭാഗത്ത് മാത്രം ഇങ്ങനെ അർത്ഥം പറഞ്ഞുകൊണ്ടൊന്നും ആദ്യം മുതൽ അവസാനം വരെ ഓതിത്തീർക്കുക എന്നുള്ളത് നമ്മളതിന്റെ ഒരു മഖ്സൂദാണ്. അപ്പോ ശറഹുകൾ അല്ലെങ്കിൽ നിഹായ മുഗ്നിയോ മറ്റ് കിതാബുകളൊക്കെ വായിച്ച് അതിലുള്ള മസല ഇതിലുള്ള മസലയായിട്ട് ആ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് എന്റെ ഫത്ഹുൽ മുഈനിന്റെയും ജമുൽ ജവാമിന്റെയും ഒക്കെ ഒരു ദർസ് ഉണ്ടല്ലോ, പൂർത്തിയായിട്ടില്ല, അതിങ്ങനെ നടന്നു വരുന്നുണ്ട്. അതല്ലാതെ അറബിയിൽ ഞാൻ ശറഹുൽ ഖായിദുൻ നസഫിയയും എന്ന പോലെ മറ്റു പല കിതാബുകളും എടുത്തിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ ആദ്യം മുതൽ അവസാനം വരെ ദർസുണ്ട്. ആ ഒരു ശൈലി അതൊരു മിതമായ ശൈലിയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓതിപ്പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ തുഹ്ഫ ഓതിയിട്ടുള്ളത് ആലിയായ സനത് അനുസരിച്ച് ഞാൻ കീഴന കുജ്ജംതുള്ള മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു അവരുടെ അടുത്ത് തുഹ്ഫയുടെ കുറച്ച് ഭാഗം നാദാപുരം പള്ളിയിൽ പോയി നിന്നിട്ട് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് കുറച്ച് ഓതിയിട്ടുണ്ട്. അവിടെ മഹാനവറുകൾ ദർസ നടത്താലുണ്ടായിരുന്ന 4 ദർസ, പിന്നെ തഫ്സീർ ബൈലാവിയും സഹീഹുൽ ബുഖാരിയും എന്നപോലെ മഹല്ലിയും തുഹ്ഫയും, ഇത് 4 ദർസ നടത്തുക. അപ്പൊ അത് 4 ദർസിന് ഞാൻ കൂട്ടിയിട്ടുണ്ട് കുറഞ്ഞ ഭാഗങ്ങൾ. അപ്പൊ ഉസ്താദിന്റെ തുഹ്ഫ ഓതിയത് ആരടുത്തു നിന്നാണെന്ന് കൃത്യമായി പറയാൻ എനിക്കറിയില്ല. സനത് ചെയ്തിട്ടില്ല, പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടില്ല. പിന്നെ സഅദിയയിൽ പഠിക്കുമ്പോൾ മുത്തവലിൽ നിന്നാണ് പിന്നെ തുഹ്ഫ ഓതിയത്. അപ്പോ അത് സഅദിയയിൽ പ്രിൻസിപ്പാളായിരുന്ന എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു നിബ്രാസുൽ ഉലമ ഉസ്താദിന്റെ അടുത്തു നിന്നാണ്. അവര് തുഹ്ഫ ഓതിയത് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ശംസുൽ ഉലമ എ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു അവരുടെ അടുത്തു നിന്നാണ്. ശംസുൽ ഉലമ തുഹ്ഫ ഓതിയത് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന അവരിൽ നിന്നാണ്. ഞാൻ അറിഞ്ഞതനുസരിച്ച് ശംസുൽ ഉലമ അവിടെ പോയിട്ട് തുഹ്ഫ ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ കിട്ടിയ വിവരം. അപ്പോ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ആ സനത് ഈ പാനായിക്കുളം പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആരിൽ നിന്നാണ് തുഹ്ഫ ഓതിയത് എന്നുള്ള വിവരം അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. മുത്തസിലായ സനതുള്ളത് ഇപ്പോ നമ്മളെ തുഹ്ഫ ചെയ്തിട്ടുണ്ട്, തഹ്ഖീഖാക്കിയിട്ട് ഇറക്കിയ അതിന്റെ മുഹഖിഖ് പുതിയ തുഹ്ഫ ഈ ഗർദീന്റെ ഹാഷിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇറക്കിയ പുതിയ കോപ്പി ഉണ്ടല്ലോ, അതിന്റെ ഷെയ്ഖ് അൻവർ അഷെയ്ഖി ദാഗിസ്ഥാനി ഹഫിളഹുല്ലാ അവരെ ഞാൻ ദാഗിസ്ഥാനിൽ പോയി കാണുകയും തുഹ്ഫയുടെ ആദ്യ ഭാഗം കുറച്ച് അവരിൽ നിന്ന് ഓതുകയും പിന്നെ അവരുടെ 2 സനത് അനുസരിച്ച് മുത്തസിലായ സനത് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് എത്തുന്ന തുഹ്ഫയുടെ മുത്തസിലായ സനത് അനുസരിച്ച് എനിക്ക് അവർ ഇജാസത്ത് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ കൈവശമുള്ള മുത്തസിലായ സനത്, എനിക്ക് അറിയുന്ന മുത്തസിലായ സനത്. വേറെ ചില മുത്തസിലായ സനതുകൾ എൻ്റെ അടുക്കൽ ലഭ്യമാണ്. അൽഹംദുലില്ലാഹി അലാ നിഅമിഹി വ ഇഫ്ലാലിഹി. അപ്പോ ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൂടുക, അല്ല കുറഞ്ഞ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ കേൾക്കുക എന്നതല്ലാതെ കുറച്ചൊരല്പം മെനക്കെട്ടുകൊണ്ട് എല്ലാവരും കൂടിയവരെല്ലാവരും ദർസ് പൂർത്തിയായി കേൾക്കാൻ സമയം ഉണ്ടാവുകയില്ല പലർക്കും. എന്നാലും സമയം കണ്ടെത്താൻ കഴിയുമല്ലോ. നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്ന സമയങ്ങളും അതുപോലെ പല അത്യാവശ്യങ്ങളും അനിവാര്യമോ അല്ലാത്ത പല കാര്യങ്ങൾക്കും ചെലവഴിക്കുന്ന സമയങ്ങൾ ഇതിലേക്ക് മാറ്റിയാൽ നമുക്ക് സമയം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ഇമാമിങ്ങളുടെ ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. റൗള കിതാബ് കിട്ടിയപ്പോൾ റാഫി ഇമാം നവീമാമിന്റെ റൗള കിതാബ് കിട്ടിയപ്പോൾ ഒരു ഇമാം ചെയ്ത് അത് മുത്താല ചെയ്യാൻ വേണ്ടി റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒഴിച്ച് ബാക്കി മുഴുവൻ വലായിഫും എന്ന പോലെ സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ നിർത്തിവെച്ച് റവാത്തിബ് നിസ്കരിക്കും. അത് ഫർളും എന്നിട്ട് ബാക്കി സമയം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ട് അധ്യാവസാനം മുത്താല ചെയ്ത് തീർത്തു എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തി ഇത് കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദ്വാരക്കം വേണം തൗഫീഖിന് വേണ്ടിയിട്ട്. ഇബാറത്തുകൾ ശരിക്ക് മനസ്സിലാകണമല്ലോ. തെറ്റില്ലാതെ മനസ്സിലാകാനും അത് പറയാനും ഇത് പൂർത്തിയാകാനും ഒക്കെ വേണ്ടി തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇൽമ് നൂറാകുന്ന ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ.
ആഖിറത്തിൽ ഉലമാഇന്റെ സുംറത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ അവിടുത്തെ മുറാഫഖത്തിൽ അള്ളാഹുവിൻ്റെ ലിഖായിൽ നമ്മളെയും നമ്മളെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാർ, നമ്മുടെ ഇഷ്ടജനങ്ങൾ, ശിഷ്യന്മാർ, കടമപ്പെട്ടവരെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി കിതാബ് വായിച്ചു തുടങ്ങാം ഇൻഷാ അല്ലാഹ്.